സെക്രട്ടറി എന്ന നിലയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവരും കൂടി പോയിട്ട് ആ കാശൊന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കണം. എത്ര നാളായിന്നാ വിചാരോ? വേറെ വല്ല കുടുംബശ്രീക്കാരാണെങ്കിലും ഓള് വിവരം അറിഞ്ഞേനെ. 1-2 രൂപയല്ല, 2000 രൂപയാ. അത് പിടിച്ച് തന്നെ വാങ്ങണം. ഞാനേ 2 ദിവസം മുമ്പിൽ മാർക്കറ്റിൽ പോയിരുന്നു. ഓളെ ഞാൻ കണ്ടിന്. എന്തായാലും ഓള് കാണാതെ മറങ്ങിയിരുന്നിട്ട് ഒളിച്ചു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ എങ്ങനെ വിടുവോ? ഓളെ പിന്നാലെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, എന്തേ നീ കാശ് തരാത്തത്? പൈസ എന്തേനു? നീ എന്ത് കളിയാ കളിക്കുന്നത്? എൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് വരാൻ പറ്റാത്ത. ഞാൻ തന്നോളാം. എടി നീ തന്നോളാന്ന് പറഞ്ഞിട്ട് എത്ര മാസമായി? എന്നെ കണ്ടപ്പോൾ നീ എന്താ എലിയും പൂച്ചും കളിക്കായിരുന്നോ? ഞാൻ എന്താ ചെയ്യുക, ഗതികേട് കൊണ്ടല്ലേ. നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പൈസ എത്തിക്കും. തരാനുള്ള കാശ് തന്നിട്ട് മതി നിന്റെ സ്നേഹം. നാളെ മറക്കണ്ട. നാളെ എന്ത് നാളെ? അവളെ തീരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ഇത് പറഞ്ഞു തരാനൊക്കെ ഓർമ്മ വന്നേ. ഞാനോളെ കണ്ടിന്. ഓളെ കൈമ പൈസയും ഉണ്ടായിന്. ഞാൻ കൈയോടെ പിടിച്ച്. കുറേ ആയി ഞാൻ നോക്കി നടക്കുന്നു. പൈസയും കൈമ പിടിച്ചിട്ട് തരാണ്ടിങ്ങനെ. എന്താ ഇത്? റീനെ, സാധനം മേടിക്കേണ്ടതാ, നീ പറയുന്നത് കേൾക്കൂ. കുടുംബശ്രീയിലെ കടം വീട്ടിയിട്ട് മതി നിൻ്റെ വീട്ടിലെ സാധനം മേടിക്കാൻ. എന്താണിത്? എൻ്റെ വാർഡിലെ പെണ്ണുങ്ങൾ തമ്മിൽ ഗുസ്തിയാ. കയ്യിലുള്ള പൈസ തന്നൂടെ നിനക്ക്. എന്ത് ചെയ്ത്? വിട്. എന്താ കളിക്കുന്നേ? വിടാൻ. എന്താ ഇത്? പെണ്ണുങ്ങളെ കൈമ കയറി പിടിക്കുന്ന? അയ്യോ, അല്ല, ഞാൻ ഒരു സംഘടന ഒഴിവാക്കാൻ വേണ്ടി. ഈ വാർഡിലെ പല പെണ്ണുങ്ങളും പറയുന്നുണ്ട് മെമ്പറെ ഈ സംഘടന ഒഴിവാക്കല്. മെമ്പറേ, എൻ്റെ അവസ്ഥ മെമ്പർക്ക് അറിയാലോ. ഞാൻ പണം കൊടുക്കും, നാളെ തന്നെ കൊടുക്കും, ഉറപ്പ്. ഇനി എന്താ പ്രശ്നം? പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഗ്യാരണ്ടി. ഓളെയും കാണാനില്ല, മെമ്പറേയും കാണാനില്ല. ഓളെയും മെമ്പറേയും കൈമ കിട്ടാനാണ് ഞാൻ കാത്തിക്കുന്നു. എന്റെ സംശയം ശരിയാ, ഓളും മെമ്പറും തമ്മിൽ എന്തോ ഉണ്ട്. ഓളെ ഞാൻ കണ്ടിരുന്നു. അന്ന് രക്ഷിച്ചത് ഈ മെമ്പറാ. നീ മുത്തൂറ്റിന് പൈസ എടുത്ത്, ഇസാപ്പിന്ന് പൈസ എടുത്ത്, കുടുംബശ്രീന്ന് പൈസ എടുത്ത്. ഇതൊന്നും നീ പൈസ എടുക്കുന്നില്ല. ഇതെല്ലാം കൂടി നീ മുങ്ങി നടക്കുക. മനുഷ്യന്മാരായാലും കുറച്ച് നാണം വേണം. എന്താ പ്രശ്നോ? പരിഹാരം ഉണ്ടാക്കാം. ഇതാ മെമ്പറെ, ഈ വാർഡിലത്തെ ഒരു കാര്യം മെമ്പർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇതിലിടപെടണ്ട. ഈ കാര്യം നമ്മൾ തീർത്തോളാം. എന്താ കുട്ടി പറയുന്നത്? ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വാർഡല്ലേ നമ്മളെ വാർഡ്. ഈ കുഞ്ഞുമോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വാർഡ് ഒരു സ്വർഗ്ഗമാക്കും. ആ, സ്വർഗ. റോഡ് മുഴുവൻ കുഴികള്, പഞ്ചായത്ത് പൈപ്പ് തന്ന ഷൂന്നൊരു കാറ്റ്, കത്താത്ത സ്ട്രീറ്റ് ലൈറ്റ്, എല്ലാം കൊണ്ട് സ്വർഗ മെമ്പറെ. കുടുംബശ്രീയിലെ 2000 രൂപയല്ലേ, അതിനാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നാൽ എനിക്ക് അപ്പോൾ പൈസ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പൈസ കിട്ടിയില്ലേ? ആ, നീയും പോ. എന്താ വേണ്ടി ഇപ്പോ? നീ പോയി പൈസ വാങ്ങിട്ട് വാ. എന്ത് പൈസ? ആര് തരാൻ? മെമ്പർക്ക് എന്താ ഭ്രാന്തുണ്ടാ? എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന്. കടമാങ്ങിയാറ് മുന്നിൽ പെട്ട തൊലി ഇരിഞ്ഞു പോകുന്ന പോലെയാ. എല്ലാവരും ഉണ്ടല്ലോ, വാ ഇരിക്ക്. നിന്റെ വിരുന്നുണ്ണാൻ വന്നതല്ല. നാണുണ്ടോടി നിനക്ക്? ഇപ്പൊ നമ്മൾ വന്നത് 3 പേര് മാത്രം. ഇനി വരാൻ പോകുന്നത് ഞങ്ങൾ കുടുംബശ്രീക്കാർ 20 പേരാ. നീ പലിശ അങ്ങ് വിട്ടേക്ക്. നീ മുതലെങ്ങുതാ? നിങ്ങൾക്കറിയാലോ, ചേട്ടന് വയ്യാതായിട്ട് 2 മാസമായി. ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പണം പലിശയ്ക്ക് മേടിച്ചത്. അരിയും സാധനങ്ങളും മേടിക്കാനാ. ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ തീർന്നിട്ട് എത്ര ദിവസമായെന്നറിയോ നിങ്ങൾക്ക്? നീ നാളെ പണം കൊണ്ട് തന്നില്ലെങ്കിൽ പിന്നീട് വരുന്നതിനെല്ലാം നീ തന്നെ ഉത്തരവാദി. ഞങ്ങളിപ്പോൾ പോവാ, കൂടുതലൊന്നും പറയുന്നില്ല. മതിയടി, വാ നമുക്ക് പോവാം.
എന്നോടൊന്നും തോന്നല്ലേ. കഴിഞ്ഞ മാസം മുമ്പ് വരെ മൈക്രോ ഫിനാൻസുകാർ എൻ്റെ വീട് നേരിങ്ങിയതാ. ഞാനൊക്കെ കുറേ കരഞ്ഞതാ. നമ്മളൊക്കെ ചിലന്തി വലക്കുള്ളിൽ പെട്ടിരിക്കുക. ഈ പലിശക്കാരുടെ ഇടയിൽ നമ്മളൊക്കെ അയൽവക്കക്കാരാണ്. ചെറുപ്പം മുതലേ കണ്ടു വളർന്നവർ. കുടുംബശ്രീയിലെ പൈസ പിരിക്കുമ്പോഴാണ് നമ്മൾ തമ്മിലൊക്കെ കാണാറ്. നമ്മൾ കളിക്കൂട്ടുകാരല്ലേ. നമ്മളൊക്കെ ചെറുപ്പകാലം നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ഞായറാഴ്ച ആകുമ്പം വീട്ടുവരാന്തയിൽ ഒത്തുകൂടുന്നത് കുറ്റവും കുറവും പറയാൻ മാത്രമാണ്. ഇന്നിവിടെ പൈസ ഒത്തില്ലെങ്കിൽ നിങ്ങൾ 20 പേരും കൂടെ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പണം വാങ്ങാൻ നോക്കുന്ന സമയത്ത് മിനിസ് ബുക്ക് തുറന്നാലേ എല്ലാ പെണ്ണുങ്ങളും സ്നേഹം മറക്കും. എത്രയും പെട്ടെന്ന് പണം അടച്ചോ. നിർത്ത് നിർത്ത് നിർത്ത്. മെമ്പറൊന്നും മിണ്ടാതിരുന്നേ, അല്ലെങ്കിലുണ്ടല്ലോ കുടുംബശ്രീയിൽ നിന്ന് തല്ലി വാങ്ങുന്ന ആദ്യത്തെ മെമ്പറായിരിക്കും. അല്ലെങ്കിലേ പൈസ തരാമെന്ന് മെമ്പർ കേൾക്കണം. പറ്റോ? അവൾ തന്നില്ലെങ്കിലും വേണ്ടിയില്ല. മെമ്പർക്ക് തരാൻ പറ്റുമോ? നിങ്ങളൊന്ന് നിർത്ത്, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ആദ്യം ആഴ്ച പിരിവുകാരായ തമിഴന്മാർ, പിന്നെ മൈക്രോ ഫൈനാൻസ്. ഇതൊക്കെ ഉള്ളതിന് മുമ്പ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. മറന്നോ നിങ്ങൾ? ഇച്ചിരി മുളക് പൊടി തന്നേടി. ഞാൻ എൻ്റെ അടുത്ത് മഞ്ഞപ്പൊടിക്ക് വരാനിരിക്കുമായിരുന്നു. വന്ന മഞ്ഞപ്പൊടി ഉണ്ട് വീട്ടില്. അടുക്കളയിൽ സാധനങ്ങളില്ലെങ്കിൽ പറയണ്ടേ. ഒരു കാര്യം ചെയ്യും, പിള്ളേരെ പട്ടിണിക്കിടരുത്. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊണ്ടുപോയി. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ മാറ്റി വെച്ചതാ. നീ ഇതും കൊണ്ട് മോനെ ആശുപത്രി കൊണ്ടുപോകണം. കിട്ടുമ്പോ തന്നാ മതി. ഈ കണക്കിനൊക്കെ മുന്നിൽ ഒരു ഹെഡ്ലൈൻ എഴുതണം, സ്നേഹമെന്ന്.